ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ദാൽ ലേക്കിലെ വ്യൂസ് കണ്ടു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നത് മുഗൾ ഗാർഡനിലാണ്. മുഗൾ ഗാർഡനിലെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ശ്രീനഗറിൽ ഒരുപാട് ഗാർഡൻസ് ഉണ്ട്. മുഗൾ ഗാർഡൻ, ഷാലിമാർ ഗാർഡൻ, അങ്ങനെയൊക്കെ ഗാർഡൻസ് ഉണ്ട്. നമ്മൾ മുഗൾ ഗാർഡനിലാണ് പോയത്. ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഒന്നും സീസൺ അല്ല ശരിക്കും. ഈ ഒരു ക്ലൈമറ്റ് ജൂൺ ജൂലൈയിലൊന്നും അങ്ങനെയുള്ള സീസൺ ടൈം അല്ല. എന്നിട്ട് കൂടി ഇത്രമാത്രം ബ്യൂട്ടിഫുള്ളായ ഫ്ലവേഴ്സ്, റോസിൻ്റെയൊക്കെ വെറൈറ്റി, സൺഫ്ലവറും ഒക്കെ നമുക്ക് കാണാം. പേരറിയുന്നതും പേരറിയാൻ പറ്റാത്ത ഒരുപാട് ഫ്ലവേഴ്സിൻ്റെയും ട്രീസിൻ്റെയും വെറൈറ്റി ഉണ്ട്. ഇവിടെ ആപ്പിൾ ട്രീ ഉണ്ട്, പിയറിൻ്റെ ട്രീ ഉണ്ട്, പിന്നെ നമ്മുടെ അനാറുണ്ടല്ലോ, അനാറ് ഒക്കെ ചെറിയ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് വലിയതായിട്ടൊന്നുമില്ല. അപ്പം ആ കാഴ്ചകളാണ് നമ്മൾ ശ്രീനഗറിൽ തന്നെയുള്ള മുഗൾ ഗാർഡൻ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫ്ലവേഴ്സൊക്കെ നമ്മൾ എന്താ പറയുക, കല്യാണത്തിനൊക്കെ കാണുന്ന അടിപൊളി ഫ്ലവേഴ്സാണ് ഇവിടെ. റോസും അതിൻ്റെയൊക്കെ വെറൈറ്റി തന്നെയുണ്ട്. അപ്പോൾ ഈ മുഗൾ ഗാർഡനിൽ ഒരാളും റെസ്ട്രിക്റ്റ് ചെയ്യാനൊന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ പൂക്കൾ പറിക്കരുത്, അവിടെ തുടരുത്, അവിടെ പോകരുത്, അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും ഒരാളും അവിടെ കെയർ ചെയ്യുന്നതായി കാണുന്നില്ല. കെയർ ചെയ്യാതെ ഇത്ര ബ്യൂട്ടിഫുള്ളായ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ ആളുകളെ ആരും റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. വളരെ എല്ലാവരും പൂക്കളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നല്ല കണ്ണിന് കുളിർമയുള്ള കുറേ കാഴ്ചകൾ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്. അനാറൊക്കെ കണ്ടോ, ചെറിയ അനാറാണ്. ഇതൊക്കെ വലുതാവുള്ള സീസൺ ആയിട്ടില്ല, എന്നിട്ടും വളരെ ബ്യൂട്ടിഫുള്ളായി. മുന്നിൽ ദാൽ ലേക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഗാർഡൻ തന്നെയാണ് നമ്മുടെ മുഗൾ ഗാർഡൻ. അപ്പോൾ അടുത്ത സ്ഥലത്തുള്ള കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ, ഇതൊരു മലയാളി സോൾജിയറാണ്, തിരുവല്ലക്കാരിയാണ്. ഇവർ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവർക്ക് നമ്മളെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. നാടിനെ അവർക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശങ്കരാചാര്യരുടെ ടെമ്പിളാണ്. അപ്പോൾ നമ്മുടെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ സ്റ്റെപ്സാണ് കാണുന്നത്. കുറച്ചൊന്നുമല്ല കേട്ടോ, ഒരുപാട് സ്റ്റെപ്സ് കയറിയിട്ട് ഏകദേശം ശ്രീനഗറിൽ ഏറ്റവും ടോപ്പസ്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിളാണ്. ഇവിടെ എത്തി മണി മുഴക്കുമ്പോഴേക്കും നമുക്ക് അത്രയ്ക്കും കിതച്ചിട്ടാണ് കയറിയത്. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ളൊരു ടെമ്പിളാണ് കേട്ടോ. ഇതിന് ചുറ്റുമുള്ള നമ്മുടെ കാശ്മീരൊക്കെ നന്നായിട്ട് കുഞ്ഞായിട്ട് കാണും. ഇതാണ് ടെമ്പിൾ. ഇത് നമ്മുടെ കേരളത്തിൽ നിന്നും ജനിച്ച ശങ്കരാചാര്യർ നിർമ്മിച്ച ടെമ്പിളാണ്. അദ്ദേഹം എത്ര ടെമ്പിളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, അഭിമാനം തോന്നുന്നു. അപ്പോൾ ഇതാണ് അവിടെ ആ ടെമ്പിളിൻ്റെ മുകളിലുള്ള വ്യൂസാണിത്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ 5 മണിക്ക് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. രാജേഷേട്ടനൊക്കെ കാലിന് വയ്യ എന്നിട്ടാണ് കയറിയിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ഒരു വിഷമം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമയുണ്ട്. അദ്ദേഹം ജനിച്ചത് കേരളത്തിലാണെന്ന് എവിടെയും മെൻഷൻ ചെയ്തില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിമ കണ്ണ് രണ്ട് വശത്തേക്കാണ്. അത് ശിവ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ഉള്ള ആണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങണം. ഇത് ഇവിടുത്തെ ചൂട് സീസണാണ്, എന്നിട്ട് കൂടി അവിടെ നല്ല തണുപ്പായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു നല്ല എനർജിയിൽ ഇത് അതിനകത്തുള്ള വ്യൂ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പോലെ അങ്ങനെയൊന്നുമല്ല. അവിടെ ഒരു വലിയ ശിവലിംഗമുണ്ട്. അവർ നമുക്ക് നെറ്റിയിൽ കുറി വെച്ച് തരും, ചന്ദനം വെച്ച് തരും. പിന്നെ ഒരു കൽക്കണ്ടത്തിൻ്റെ ഒരു പ്രസാദവും തരും. അപ്പം കൽക്കണ്ടത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് ഡ്രൈവർ നമ്മളെ തിരിച്ചു റൂമിലേക്ക് തന്നെ കൊണ്ടുവിട്ടു. അതിനുശേഷം നമ്മളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ വരുന്ന വഴിയിലൊരു എക്സിബിഷൻ കണ്ടിരുന്നു, അത് അന്വേഷിച്ച് നടന്നതാണ്. ഇത് ഝലം നദിയാണ്. ഇതിൻ്റെ നടന്ന് ഒരുപാട് ലേറ്റ് ആയി. ഇത് 8 മണിയായിട്ടായി സമയം. പക്ഷേ ഇവിടെ 8 മണിക്ക് പോലും ഇത്രയും വെളിച്ചമാണ്. അത് ശരിക്കും അത്ഭുതമായി തോന്നി കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഉൾപ്പെടുത്തേണ്ട വീഡിയോ ആയിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരേക്ക് വന്നിറങ്ങുമ്പോൾ ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീനറി. നമ്മൾ മാത്രമല്ല, ഇവിടുത്തെ വീടുകളുടെ ഒക്കെ കളർഫുള്ളാണ്. നല്ല മേൽക്കൂരയുടെ ഭാഗത്ത് പച്ച, മഞ്ഞ എല്ലാ കളറും ഉണ്ട്. നല്ല നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ വ്യൂ. മൊത്തം
ദാൽ ലേക്കും ഈ രണ്ട് വീഡിയോസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീനഗറിലുള്ള ഫസ്റ്റ് ഡേ വീഡിയോ ആണ്. വളരെ ബ്യൂട്ടിഫുൾ.